ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യേശുവിനോളം അന്നുവരെയുണ്ടായിരുന്ന ചിന്തകളെയും നിയമങ്ങളെയും മനുഷ്യൻ്റെ അഹന്തകളെയും തിരുത്തി എഴുതിയവർ വേറെ ആരുമുണ്ടെന്ന് തോന്നുന്നില്ല. സീനായ് മലയിൽ വെച്ച് നൽകപ്പെട്ട 10 കൽപ്പനകളെ കൂട്ടിയും കുറച്ചും 600-ൽ പരം നിയമങ്ങൾ വ്യാഖ്യാനിച്ചുണ്ടാക്കിയ യഹൂദ നിയമഘടനയെ എത്ര അനായാസമായാണ് ക്രിസ്തു ദൈവത്തെയും സഹോദരനെയും സ്നേഹിക്കുക എന്ന 2 കൽപ്പനകളിലേക്ക് ചുരുക്കിയത്. കയ്യിൽ കല്ലും പിടിച്ചുകൊണ്ട് ഇവൾ പാപിനിയാണെന്ന് ആക്രോശിച്ചവരുടെ കപട നീതിബോധത്തെ എത്ര ലഘുവായാണ് നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന ഒരു വാക്കുകൊണ്ട് ക്രിസ്തു തകർത്തെറിഞ്ഞത്. അത്തരത്തിൽ ഒരു തിരുത്താണ് ഇന്ന് നാം ധ്യാന വിഷയമാക്കുന്ന ഈ സുവിശേഷ ഭാഗവും. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 17 മുതൽ 22 വരെയുള്ള തിരുവചന ഭാഗവും. യഹൂദരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അഭിമാനവും സ്വകാര്യ അഹങ്കാരവുമായിരുന്നു ജെറുസലേം ദേവാലയം. 46 വർഷങ്ങൾ, ആയിരക്കണക്കിന് മനുഷ്യരുടെ രാപ്പകലില്ലാത്ത അധ്വാനം, അത്ഭുതപ്പെടുത്തുന്ന വാസ്തുഭംഗി, അങ്ങനെ അവരുടെ ഐഡന്റിറ്റി ആയിരുന്നു ആ ദേവാലയം. ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള യഹൂദനും ബലി അർപ്പിക്കുക ഈ ദേവാലയത്തിൽ മാത്രമായിരുന്നു. ഇപ്രകാരം തങ്ങളുടെ സ്വത്വത്തിൻ്റെ ബിംബമായിരുന്ന ഈ ദേവാലയത്തെ 46 വർഷം കൊണ്ട് പണിതുയർത്തിയ ദേവാലയത്തെ 3 ദിവസം കൊണ്ട് പുനരുദ്ധരിക്കുമെന്ന് പറഞ്ഞ യേശുവിനെ പുച്ഛത്തോടെ ആയിരിക്കാം യഹൂദർ നോക്കിയിരിക്കുക. എന്നാൽ യേശു അവരുടെ ദേവാലയ സങ്കല്പത്തെ തിരുത്തുകയായിരുന്നു തൻ്റെ ശരീരമാകുന്ന ദേവാലയം കൊണ്ട്. തുടർന്നു വരുന്ന ഭാഗത്ത് അവൻ കൃത്യമായി പറഞ്ഞു വെക്കുന്നുമുണ്ട്, യഥാർത്ഥ ആരാധന ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധനയാണെന്ന്. പള്ളികളുടെ വലിപ്പത്തിലും മോടിയിലും ഊറ്റം കൊള്ളുന്ന നമുക്കും ഒരു ചോദ്യചിഹ്നമാണ് യേശുവിൻ്റെ ഈ വാക്കുകൾ. ദൈവജനത്തിന് ഒരുമിച്ച് കൂടുവാനും ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനും കൂട്ടായ്മയുടെ അനുഭവം പങ്കുവെക്കുവാനുമുള്ള ദൈവിക ഇടങ്ങളാണ് പള്ളികൾ എന്നിരിക്കലും നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ ആലയങ്ങളായി മാറേണ്ടതുണ്ട് എന്നാണ് ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നത്. 1 കൊരിന്ത്യർ 2-ാം അധ്യായം 27-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരവും ഓരോരുത്തരും അതിലെ അവയവങ്ങളുമാണ്. അപ്പോൾ നമ്മളും ദൈവത്തിൻ്റെ ആലയങ്ങളാണ് എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. ഇനി ഈ ചോദ്യം നമ്മോട് തന്നെയാണ്, ഞാൻ ദൈവത്തിൻ്റെ ആലയമാണോ? സഹോദരങ്ങളെ സ്നേഹിക്കാതെ, ക്ഷമിക്കാതെ, അനുരഞ്ജനപ്പെടാതെ, ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാതെ എങ്ങനെയാണ് നമുക്ക് ദൈവത്തിൻ്റെ ആലയമായി മാറാൻ സാധിക്കുക? വലിയ നോമ്പുകാലം ഇതിനു വേണ്ടി നമ്മെ തന്നെ ഒരുക്കുവാനുള്ള സമയമാണ്. ദൈവത്തിൻ്റെ ആലയമായി നമ്മെ തന്നെ പുനർപ്രതിഷ്ഠിക്കുവാനുള്ള സമയം. നമ്മിൽ എന്ത് ശുദ്ധീകരണമാണ് ദൈവം ആഗ്രഹിക്കുന്നത്? കേവലം അധര വ്യായാമമായി നമ്മുടെ വിശ്വാസവും ആരാധനയും പ്രാർത്ഥനയും മാറിയിട്ടുണ്ടെങ്കിൽ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന നാളിനായി ഒരുക്കത്തോടെ നമുക്ക് കാത്തിരിക്കാം. ദൈവമേ, നീ വസിക്കുന്ന നിന്റെ പ്രഭ നിറയുന്ന പ്രാർത്ഥനയുടെ ആലയമായി എന്നെ രൂപാന്തരപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ശിഷ്യർ നിന്നിലെ മഷിഹായിത്വം തിരിച്ചറിഞ്ഞതുപോലെ യഥാർത്ഥത്തിൽ നിന്നെ കാണുവാനും അറിയുവാനും ഗ്രഹിക്കുവാനും ജീവിതത്തിൽ നിന്നെ മാത്രം ചേർത്ത് പിടിക്കുവാനും ഇടയാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവസ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും അനുരഞ്ജനത്തിൻ്റെയും ശുദ്ധീകരണത്തിൻ്റെയും രൂപാന്തരത്തിൻ്റെയും നാളുകളായി ഈ നോമ്പുകാലം മാറട്ടെ. നല്ല മനുഷ്യരാകുവാൻ സർവേശ്വരൻ നമ്മെ ഇടയാക്കട്ടെ. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.